സൂപ്പർ പ്രൈമിന്റെയും അവസാന ഘട്ടത്തിലേക്ക് അഡ്വക്കേറ്റ് CP ഉദയഭാനു ഈ ഊഹാപോഹ കഥകൾ മുഴുവൻ നിഷേധിക്കുന്നു. പക്ഷേ അന്തിമമായി അന്വേഷണ സംഘം എത്തുന്നത് ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരു ബന്ധത്തെ പറ്റിയാണ്. അത് ദോഷം ചെയ്യുമോ? ശ്രീ വേണു, ഈ കാര്യത്തിൽ പൂർണ്ണമായ കൃത്യമായ ഒരു നിയമപരമായി നിലനിൽക്കുന്ന വസ്തുനിഷ്ഠമായ ഒരു ഉത്തരം പറയണമെങ്കിൽ കേസ് ഡയറി മനസ്സിലാക്കണം, പ്രോസിക്യൂഷൻ കേസ് എന്തെന്ന് മനസ്സിലാക്കണം. ഇവിടെ വിട്ടുപോയ രണ്ട് കാര്യങ്ങൾ ഞാൻ വളരെ എളുപ്പം ഒന്ന് പൂരിപ്പിക്കേണ്ടതുണ്ട്. നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ റേപ്പിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം വേണു വിശദീകരിക്കാൻ ശ്രമിച്ചു എങ്കിൽ തന്നെയും അത് ഒന്ന് പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ്. 2012 ക്രിമിനൽ നിയമത്തിലുണ്ടായ അമെൻമെൻറ്റ് പ്രകാരം ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ഒരു അമെൻമെൻറ്റ് വരുത്തി അതിൽ റേപ്പ് എന്ന് പറയുന്നത് വളരെ വിശദമായി പരിശോധിക്കുകയും അമെൻമെൻറ്റ് ഭേദഗതി കൊണ്ട് അതിന് ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ ഈ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഉള്ള പൂർത്തീകരിക്കാത്ത അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ച് സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങളിൽ ആഴ്ന്നിറങ്ങിയാലും റേപ്പിന് സമാനമായിട്ടുള്ള കുറ്റകൃത്യത്തിന് ഉത്തരം പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം ശ്രീ വാഴക്കൻ പറഞ്ഞ ഒരു വസ്തുതയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനിടയ്ക്കിടയ്ക്ക് പത്രസമ്മേളനം നടത്തിയില്ല എന്ന്. പത്രസമ്മേളനം നടത്താൻ പോലും പോലീസിന് അധികാരമില്ല. ജസ്റ്റിസ് V. രാംകുമാറിൻ്റെ ഒരു വിധിയുണ്ട് ഈ പോൾ ബുത്തൂറ്റ് കേസുമായി ബന്ധപ്പെട്ട്. അതിൽ പരസ്യമായിട്ട് ഉദ്യോഗസ്ഥന്മാർ ഈ പ്രതിയുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ കേസ് ഡയറിയിലെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ല എന്ന നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. കേരള പോലീസ് ആക്ട് പ്രകാരമൊക്കെ ചില നിയന്ത്രണങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഈ ഇവിടെ വന്ന ചർച്ചയിൽ വന്ന പൊതുവായി ഉയർന്നു വന്ന വസ്തുതകളിൽ രണ്ട് അഭിഭാഷകർ കൂടി അവസരം കൊടുക്കാനുണ്ട്. അഡ്വക്കേറ്റ് സന്ധ്യ രാജു, ചുരുക്കം വാക്കുകളിൽ ഈ ഊഹാപോഹ കഥകൾ മുഴുവൻ അന്വേഷണത്തെ ഒരു ഘട്ടം വരെ സ്വാധീനിച്ചിരുന്നതാണല്ലോ. അതുകൊണ്ട് അങ്ങ് പൂർണ്ണമായും ഒരു പുതിയ അന്വേഷണ സംഘത്തിനങ്ങ് തള്ളിക്കളയുന്നത് വഴി ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞൊഴിയാൻ കഴിയുന്നതല്ലല്ലോ. എന്തുകൊണ്ടാകാം അങ്ങനെ ഇപ്പോൾ പൂർണ്ണമായും ഇതിനെ തള്ളിക്കളയുന്നത് പുതിയ അന്വേഷണ സംഘം? ബേസിക്കലി അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു കേസ് കിട്ടിയില്ല, അതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു ഇത്. ബിക്കോസ് അവർ അമീറുകളുടെ പറഞ്ഞോളൂ സർ. ബേസിക്കലി കറക്റ്റായിട്ട് ഈ പറയുന്ന അമീറുൾ പറയുന്ന കാര്യങ്ങൾ അവർ ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ജിഷയ്ക്ക് ഫുൾ ജസ്റ്റിസ് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ബിക്കോസ് അവർക്ക് ആൾക്കാരെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് അമീറുളുടെ പേരിൽ എല്ലാ കേസും ഇത് ചെയ്യുവാണെങ്കിൽ അത് ഒരു ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. അത് ജിഷയ്ക്കും ജസ്റ്റിസ് അല്ല, അമീറുളിനും ജസ്റ്റിസ് അല്ല. ശരി ശരി. MC ആഷി, ഇവിടെ പോലീസിന് കണ്ടെത്താൻ കഴിയാത്തതും പോലീസിന് തെളിവുകൾ വെച്ച് സമർത്ഥിക്കാൻ കഴിയാത്തതുമായ എല്ലാ മേഖലകളും വിട്ടുകളഞ്ഞ് അമീറുള്ളിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നല്ല കാര്യം, അതിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലമുണ്ട് എന്നത്. പക്ഷേ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും പോകാതെ അതെല്ലാം അടഞ്ഞ പുസ്തകം, അതെല്ലാം ഊഹാപോഹം, അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല, അങ്ങനെ പറയുന്നത് പോലും അസംബന്ധം, ഇങ്ങനെ പറഞ്ഞൊരു കേസ് ബിൽഡപ്പ് ചെയ്യാൻ കഴിയുമോ സാർ? അതൊക്കെ കഴിയും. കാരണം പ്രതിയെ ഈ കുറ്റകൃത്യവുമായിട്ട് ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തുന്ന സാഹചര്യ തെളിവുകളും അതുപോലെ സയൻറ്റിഫിക് എവിഡൻസും പിന്നെ ഫോറൻസിക് തെളിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഒരു ബുദ്ധി തന്നെയാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിലൂടെ പ്രതിഭാഗത്തിന് കൂടുതൽ സാധ്യതകൾ വരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഈ അമീറുള്ളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നല്ല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. ഇതിന് മേൽനോട്ടം വഹിച്ചത് ലോക്നാഥ് ബെഹ്റ. അദ്ദേഹം ഒരു പേരുകേട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. ഇതിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള അഭിഭാഷകനും വളരെ പ്രമുഖനായിട്ടുള്ളൊരു ക്രിമിനൽ അഭിഭാഷകനാണ്. തൽക്കാലം അവരിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക എന്നത് മാത്രമേ ഈ സാഹചര്യത്തിൽ ചെയ്യാനുള്ളൂ. ശ്രീ ജോസഫ് വാഴക്കൻ, ഞാൻ നേരത്തെ ഒരിക്കലും പത്രസമ്മേളനം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അനുകൂലിക്കുന്ന ആളല്ല. പക്ഷേ അറസ്റ്റ് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെയാണ് വന്നത്. നമുക്കൊരു തരം വിശ്വസിക്കാവുന്ന രീതിയിലാണ് വന്നിരുന്നത് കഥകളെല്ലാം. ആ കഥകൾ പുറത്തുവിട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അല്ലായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിഷേധിക്കണമായിരുന്നു, ഇതൊന്നും ശരിയല്ല. പക്ഷേ ആധികാരികമായിട്ടല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ലീക്ക് ചെയ്ത് മാധ്യമങ്ങൾക്ക്. പക്ഷേ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറയണം ഈ പറയുന്നതൊന്നും അല്ല അതിൻ്റെ സത്യം, അന്വേഷണം വേറെ രീതി അതിൻ്റെ കറക്റ്റായി നടക്കുകയാണ് എന്നെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നത് കേരള സമൂഹം. പക്ഷേ എങ്ങനെ പറയാൻ കഴിയും? ശ്രീ CP ഉദയഭാനു ചൂണ്ടിക്കാട്ടുന്ന
കോടതി വിധിയുണ്ടല്ലോ, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൂടായോ? ഒരു വാക്ക് പറയാമല്ലോ, ഇതല്ല നിങ്ങൾ ഈ വാദത്തൊന്നും ശരിയല്ല എന്ന് പറയാമല്ലോ. അതൊക്കെ ശരി വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അവസാനം വരെ നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒറ്റ കാര്യമാണ്, കേരള സമൂഹം വിശ്വസിക്കാത്ത രീതിയിലേക്ക് പോയി എന്ന് മാത്രമേ ഞാൻ പറയൂ. ശ്രീ സാജു, ഇപ്പോൾ കേരള സമൂഹം വിശ്വസിക്കാത്തൊരു കഥ എന്നാണോ ഈ കുറ്റപത്രത്തെ വിശേഷിപ്പിക്കുന്നത് ശ്രീ ജോസഫ് വാഴക്കൻ? അങ്ങനെയെങ്കിൽ അതിനുള്ള മറുപടിയോടെ നമുക്ക് ഈ ചർച്ച പൂർത്തിയാക്കാം. തികച്ചും ശ്രീ വാഴക്കരെ ഞാൻ സംശയിക്കുന്നില്ല. പക്ഷേ വളരെ ദോഷൈക ദൃക്കുകളെ പോലെ നമ്മളെല്ലാത്തിനെയും സംശയദൃഷ്ടിയിൽ കണ്ടാൽ ഇതിൽ മാധ്യമങ്ങൾ തന്നെ എന്തെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ പെരുമ്പാവൂരി പ്രതിയെ കൊണ്ടുവരുമ്പോൾ ആക്രമിക്കപ്പെടും എന്ന് പറഞ്ഞ് ഏതോ വലിയ സംഭവം നടക്കാൻ പോകുന്ന രീതിയിൽ എത്രമാത്രം ആളുകളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി. എന്തെങ്കിലും ഉണ്ടായോ? അപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ കെട്ടുകഥകളായി നാട്ടിൽ പ്രചരിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തിൽ ഒരു സർക്കാർ സ്വീകരിച്ച അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൈക്കൊണ്ട മാതൃകാപരമായ നടപടികളെ അല്ലെങ്കിൽ അതിസാഹസികമായി പ്രതിയിലേക്കും മറ്റ് തെളിവുകളിലേക്കും, ഇവിടെ ഈ കേസിൻ്റെ നാൾവഴികളെ സംബന്ധിച്ച് ഈ പ്രതിയെ പിടികൂടിയപ്പോഴും കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും വളരെ വിശദമായി മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ശ്രീ വേണു തന്നെ ഈ കേസിൽ പോലീസ് സമാഹരിച്ച തെളിവുകളുടെ നീണ്ട പട്ടിക നിരത്തി. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇനിയും സംശയമാണ്, ഇനിയും കേസ് തെളിയിക്കപ്പെടുമോ, ശിക്ഷിക്കപ്പെടുമോ, പ്രതി രക്ഷപ്പെടുമോ, ഉൾപ്പെടെ അതിന് അവിടെ ഉണ്ടാകണ്ടേ? സൗമ്യ കേസ് ആ കേസിന്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കേസിന്റെ അന്വേഷണം നടന്നതും അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചുവെന്നും അതിനെ സംബന്ധിച്ചിപ്പോൾ അതല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതൊരു പാഠമാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ശ്രീ ഉണ്ണിരാജനോട് ഞങ്ങൾ ഇന്ന് ചോദിച്ചതും ഇങ്ങനെ ഒരു പഴുതുണ്ടോ, അത് പൂർണ്ണമായും അടച്ചു തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ ചർച്ച നടത്തിയതും അതെല്ലാവർക്കും ബോധ്യമാകും അതിൻ്റെ സതുദ്ദേശമെന്ന് കരുതുന്നു. അവസാനമായി ഒരു 40 സെക്കൻഡ് ശ്രീ ജോർജ് ജോസഫ്. അഡ്വക്കേറ്റ് എം സി ആഷി പറഞ്ഞത് കേട്ടില്ലേ? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വൈദഗ്ധ്യം ഒരുപാട് കാര്യങ്ങൾക്ക് പ്രതിഭാഗത്തിന് പഴുതുകൾ കൊടുക്കാതെ ഒരൊറ്റ ആളിലേക്ക് എതിരിയിരിക്കുന്നു. രണ്ട്, അദ്ദേഹം ഉദ്ദേശിച്ചത് ഉണ്ണികൃഷ്ണൻ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, മിടുക്കനായ അഭിഭാഷകൻ, രണ്ടുപേരും കൂടെ ചേർന്ന് കൃത്യമായി ജിഷയ്ക്ക് നീതി എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന്. ജിഷയ്ക്ക് നീതി കിട്ടാനായിട്ട് വേണം ഞാൻ ഈ പറയണത്. ഇതിനകത്ത് ധാരാളം പഴുതുകൾ, വളരെ ദുരൂഹമായ പല കാര്യങ്ങളുണ്ട്. ആ പെൻ ക്യാമറ എവിടെ പോയി? ഈ ഫിംഗർ പ്രിന്റ് എവിടെ പോയി? ഒന്നുമില്ല എന്ന് പറയുന്നു. ഇല്ല, അതിൻ്റെ സിം കാർഡ് എവിടെ? അത് പ്രതിഭാഗം ചോദിക്കില്ലേ? ഒത്തിരി കാര്യങ്ങൾ പ്രതിഭാഗം അത് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് സൗമ്യ കേസിന് പറ്റിയതിനെക്കാളും കൂടുതൽ പരിക്ക് ഇതിനകത്ത് പറ്റുമെന്ന് എന്നെപ്പോലെയുള്ള, കാരണം ഇന്ന് അമീറുൽ ഇസ്ലാം കോടതി വെച്ച് അയാൾ ഹാർട്ട് ഓഫ് ഹാർട്ട് എന്നാണ് ആ വാക്ക് പറഞ്ഞെങ്കിൽ എൻ്റെ മനസ്സ് തേങ്ങും. ശരി. എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. പ്രാഥമിക വാദം തുടങ്ങുക വഴി പ്രതിഭാഗത്തിൻ്റെ എതിർവാദങ്ങളും അറിയാൻ കഴിയും. ആ ഘട്ടത്തിൽ ആകും ഈ ജിഷ കേസ് നിർണായകമായ അന്വേഷണ പുരോഗതിയിൽ എത്തിയോ ഇല്ലയോ എന്ന കാര്യം വ്യക്തമാകുക. കോടതി ആ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.